ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാപരനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ഒരു പൊതു തത്വമായി വിശുദ്ധ ഖുർആൻ 16-ാം അധ്യായമായ സൂറത്തുൻ നഹ്ലിലെ 116-ാമത്തെ ആയത്തിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇങ്ങനെ പറയുകയാണ്: വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലും വഹാദാ ഹറാം. നിങ്ങളുടെ നാവുകൾ വിശേഷിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു കാര്യം ഹറാമെന്നോ ഒരു കാര്യം ഹലാലെന്നോ പറയരുത്. പറയാതെ അള്ളാഹു പറഞ്ഞിട്ടുണ്ടാകണം ഈ കാര്യം ഹറാമാകുന്നു, ഈ കാര്യം ഹലാലാകുന്നു, എങ്കിൽ നമുക്കത് പറയാം. അങ്ങനെ തെളിവില്ലാതെ നമ്മുടെ അഭീഷ്ടപ്രകാരം ഇന്ന കാര്യം ഹറാമാണ് എന്നോ ഇന്ന കാര്യം ഹലാലാണ് എന്നോ പറയുക എന്നുള്ളത് ലിതഫ്തറു അലല്ലാഹിൽ കദിബ്, അവൻ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനാണ്. അവിടെ ഇരിക്കണ്ട, ഇങ്ങോട്ട് വാ ആസിഫ്. ഒരു സദസ്സിൻ്റെയൊക്കെ ഒരു മര്യാദ പാലിക്കണ്ടേ? ഒന്നാമത്തെ സഫിൻ്റെ പുണ്യങ്ങളൊക്കെ എത്ര പ്രാവശ്യം നാം കേട്ടതാണ്. അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവനാണ് ആര്? അള്ളാഹുവും അവൻ്റെ റസൂലും പറയാത്ത ഒരു കാര്യത്തെ ഹലാലെന്നും ഹറാമെന്നും പറഞ്ഞാൽ അത്തരക്കാർ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലാ കൃത്യമായി രേഖപ്പെടുത്തുകയാണ്: തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലാതെ നിർമ്മിക്കുന്ന ഏത് കാര്യങ്ങളും, ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അല്ലാത്ത ഏത് കാര്യങ്ങളും അത് ഈ ആയത്തിൻ്റെ പരിധിയിൽ വരുമെന്നാണ്. പ്രമാണങ്ങളുടെ പിൻബലമില്ലാതെ നാം പുറപ്പെടുവിപ്പിക്കുന്ന ഫത്വകൾ ഈ ആയത്തിൻ്റെ പരിധിയിൽ വരും. അവരാകട്ടെ അള്ളാഹുവിൻ്റെ മേൽ കള്ളം കെട്ടിച്ചമക്കുന്നവരാണ്. അവർ ഒരിക്കലും വിജയിക്കുകയില്ല എന്ന് കൃത്യമായി റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇന്നത്തെ ഈ വിഷയമെന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ 5-6 ദിവസങ്ങളിലായി ചർവണമായിട്ടുള്ള ഒരു വിഷയം. എവരാലും ആദരിക്കപ്പെടേണ്ട ഒരു കുടുംബത്തിലെ ഒരു കൊച്ചുകുട്ടി, 16 വയസ്സായ ഒരു മോൾ, പത്രക്കാരുടെ ചോദ്യത്തിന് മതവീക്ഷണ പ്രകാരം നൽകിയ മറുപടി ആരാധനാ സ്ഥലങ്ങളിൽ അഥവാ മസ്ജിദുകളിൽ സ്ത്രീകൾക്ക് അനുവദനീയമാണ്, അവിടെ ചെന്നുകൊണ്ട് ആരാധനാ കർമ്മം നിർവഹിക്കൽ അനുവദനീയമാണ്, അത് സമുദായത്തിലെ ചില പണ്ഡിതന്മാരാണ് അത് പിന്നാക്കം വലിച്ചത് എന്ന് കൃത്യമായി പ്രമാണത്തിനനുസരിച്ചുകൊണ്ട് ആ പൊന്നുമോൾ പറഞ്ഞു. ചർച്ചകൾ അവസാനിച്ചിട്ടില്ല. ഇന്നും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ തുടരുകയാണ്. മസ്ജിദുകളിൽ ചെന്നുകൊണ്ട് സ്ത്രീകൾ ഇബാദത്ത് ചെയ്യുന്നത് അത് നിഷിദ്ധമാണ് എന്നാണ് ഇത്തരം ആൾക്കാർ ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പള്ളിപ്രവേശം എന്ന് പറയുന്ന ഈ വിഷയം പലവരും നാം ചർച്ച ചെയ്തതാണ്, അറിയാവുന്നതാണ്. എന്നാൽ സാഹചര്യത്തിൻ്റെ ഈ സന്ദർഭത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഖുതുബ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാം മനസ്സിലാക്കുന്നത്. അള്ളാഹുവോ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ പഠിപ്പിക്കാത്ത ഒരു കാര്യമാണ് മസ്ജിദുകളിൽ സ്ത്രീകൾ പ്രവേശിക്കൽ, ആരാധനാകർമ്മം നിർവഹിക്കൽ ഹറാം എന്നുള്ള ഒരു കാര്യം ഇസ്ലാമിൽ ഒരു സ്ഥലത്തും കാണുകയില്ല. അള്ളാഹു അവൻ്റെ കലാമിൽ പറഞ്ഞിട്ടില്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ നമുക്ക് പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ
അത്തരം ഒരു കാര്യം ഹറാമ് എന്ന് പറയുക എന്നുള്ളത് ഈ ആയത്തിന്റെ പരിധിയിൽ വരും. അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമക്കലാണത്. സ്വന്തം അഭീഷ്ടപ്രകാരം ഹറാമെന്ന് പറയുകയും നിഷിദ്ധമെന്നും പറയുകയും ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. ഇവിടെയാണ് വിശുദ്ധ ഖുർആനിലെ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടത്. മതത്തിന്റെ കാര്യത്തിൽ നമുക്ക് തർക്കമുണ്ടാവുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കലാമിലെ സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്ത് പലർക്കും ഹൃദ്യസ്ഥമാണ്. വിശ്വാസികളെ വിളിച്ചുകൊണ്ടാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുന്നത്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅവീലാ. നിങ്ങൾക്ക് മതപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ തർക്കമുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഖുർആനിലേക്ക് അതിന് പരിഹാരം കാണണം, അല്ലെങ്കിൽ സ്വഹീഹായ ഹദീസുകളിൽ നിങ്ങൾ പരിഹാരം കാണണം. നിങ്ങൾ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ട് എങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം, നല്ല പര്യവസാനം. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുള്ളവർക്കാണ് ഈ ആയത്ത് ബാധകമാവുക. വിശുദ്ധ ഖുർആനിലെ ദശക്കണക്കിന് ആയത്ത് സമാനമായി നാം മനസ്സിലാക്കിയതാണ്. മതപരമായിട്ടുള്ള ഒരു കാര്യത്തിൽ ഭിന്നതയുണ്ടാവുകയാണെങ്കിൽ ആ ഭിന്നതയ്ക്ക് പരിഹാരം അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ സ്വീകരിക്കുക. മനസ്സിൽ ഒരു പ്രയാസവും ഉണ്ടാകരുത്, ഒരു വിഷമവും ഉണ്ടാകരുത്. അത് പരിപൂർണമായി സമ്മതിച്ച് അനുസരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസാ 65-ാമത്തെ ആയത്ത്. റബ്ബിനെ തന്നെ സത്യം, അള്ളാഹു സത്യം ചെയ്തു പറയുകയാണ്, ലാ യുമിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമു തസ്ലീമ. സാരാംശം നേരത്തെ പറഞ്ഞതാണ്. ഭിന്നതയുള്ള ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ റസൂൽ അതിന് പരിഹാരം കണ്ടെത്തിയാൽ നമ്മുടെ മനസ്സുകൾക്ക് ഒരു വിഷമമുണ്ടാകരുത്. പരിപൂർണമായും അതിനെ അംഗീകരിച്ചുകൊണ്ട് തല കുനിച്ചു കൊടുക്കുക. അത് നാട്ടുകാർക്കെതിരായിരുന്നാലും വീട്ടുകാർക്കെതിരായിരുന്നാലും മഹല്ലിനെതിരായിരുന്നാലും അള്ളാഹുവിന്റെ റസൂല് ആ കാര്യത്തിൽ പരിഹാരം പറഞ്ഞു കഴിഞ്ഞോ പിന്നെ മറ്റാരുടെയും അഭിപ്രായങ്ങൾക്ക് പരിഗണന കൊടുക്കണ്ട എന്നാണ് വിശുദ്ധ ഖുർആൻ. മനസ്സിൽ ഒരു പ്രയാസമുണ്ടാകരുത്, ഒരു വിഷമവും ഉണ്ടാകാതെ നിങ്ങൾ ആ കൽപ്പന സ്വീകരിക്കണം. അള്ളാഹുവിന്റെ ശക്തമായ താക്കീത് നൽകുന്ന ഒരു വിഷയമാണ്. 24-ാം അധ്യായം സൂറത്തു നൂറിലെ 63-ാമത്തെ ആയത്തിലെ ഒരു ഭാഗം, ഫൽയഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. ശക്തമായ താക്കീതാണ് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വചനം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനക്കെതിരായിട്ട് ആരെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് അവൻ ജാഗ്രതയോടുകൂടി സൂക്ഷിച്ചു കൊള്ളട്ടെ. വേദനയേറിയ അദാബ് അവനെ പിടികൂടും. അള്ളാഹുവിൻ്റെയും അള്ളാഹുവിന്റെ റസൂലിന്റെയും ഒരു കാര്യത്തിൽ മുൻകടക്കുക എന്നുള്ളത് വിശ്വാസിക്ക് പാടില്ല. അവന്റെ അമലുകളെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. 49-ാം അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ ആദ്യത്തെ വചനം, യാ അയ്യുഹല്ലദീന ആമനു ലാ തുഖദ്ദിമു ബൈന യദയില്ലാഹി വറസൂലിഹി വത്തഖുല്ലാഹ്. വിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അള്ളാഹു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുൻകടന്നുകൊണ്ട് നിങ്ങളുടെ വകയായി ഒരു കാര്യവും ചെയ്തു കളയരുത്. എത്ര ശക്തമായ താക്കീതാണ്! അള്ളാഹുവിന്റെ അദാബുണ്ടാകുമെന്നാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, നാം പലവരും കേട്ടതാണ് ഈ വിഷയം. സുന്നത്തിനെ അനുധാവനം ചെയ്തിരുന്ന മഹാനായ ഒരു സ്വഹാബിയാണ്. ഇത്തിബാഉ സുന്ന എന്നാണ് അപരനാമം ആ മഹാനായ സ്വഹാബിയെ കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഷാമുകാരനായ ഒരു മനുഷ്യൻ വന്നുകൊണ്ട് ഒരു സംശയം ചോദിക്കുകയാണ് ഒരു വിഷയത്തെ സംബന്ധിച്ച്. അപ്പോൾ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ മറുപടി പറഞ്ഞു,
അപ്പോഴേക്ക് വന്ന ഷാമുകാരൻ പറയുകയാണ്, ഇന്ന അബാക ഖദ് നഹാ അൻഹാ, അങ്ങയുടെ വാപ്പ അഥവാ ഉമർ റളിയല്ലാഹു അൻഹു ഈ തീരുമാനത്തിനെതിരാണല്ലോ പറഞ്ഞത്. അതുപോലെ അബൂബക്കറും ഈ തീരുമാനത്തിനെതിരാണല്ലോ പറഞ്ഞത്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറയുകയാണ്, റബ്ബിനെ തന്നെ സത്യം. ഇന്ന് മുസ്ലിം സമുദായം വളരെ ഗൗരവത്തോടുകൂടി കാതുകൂർപ്പിച്ചുകൊണ്ട് കേൾക്കേണ്ട ഒരു വചനാമൃതമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമയുടെ കണ്ണുകൾ ചുമന്നുവെന്നാണ്. വന്ന ഷാമുകാരനോട് പറയുകയാണ്, റബ്ബിനെ തന്നെ സത്യം, വമാ അറാക്കും മുൻതഹീന ഹത്താ യുഅദ്ദിബുകുമുല്ലാഹ്, അള്ളാന്റെ ശിക്ഷ നിന്നെ പിടികൂടിയിട്ടല്ലാതെ ഇതിൽ നിന്നും മാറുമെന്ന് ഞാൻ കരുതുന്നില്ല. നുഹദ്ദിസുകും അനിൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വതുഹദ്ദിസൂന അൻ അബീ ബക്കർ വ ഉമർ, അള്ളാന്റെ റസൂൽ ഒരു കാര്യം പറഞ്ഞുവെന്ന് ഞാൻ നിന്നോട് പറയുമ്പോൾ നീ എന്നോട് പറയുന്നു അത് അബൂബക്കർ പറഞ്ഞു, ഉമർ പറഞ്ഞു. സൂക്ഷിച്ചുകൊള്ളുക, അള്ളാഹുവിന്റെ അദാബ് നിന്നെ പിടികൂടും, ആകാശത്ത് നിന്ന് കൽമഴ വർഷിക്കും നിന്റെ മേൽ. അള്ളാഹുവിന്റെ പ്രവാചകർ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അബൂബക്കർ ഇങ്ങനെയാണ്, ഉമർ ഇങ്ങനെയാണ്, മറ്റേ ഖലീഫ ഇങ്ങനെയാണ്, ആ സ്വഹാബി ഇങ്ങനെയാണ്, ഒരു വിശ്വാസിക്ക് പാടില്ല. ഇത് ഇസ്ലാമിന്റെ മൗലികമായ ഒരു കാര്യമാണ്, അടിസ്ഥാനപരമായ ഒരു വിഷയമാണ്. ഇതാണ് ഇസ്ലാമിന്റെ മഹത്വവും ഗരിമയും. അള്ളാഹുവിന്റെ പ്രവാചകരുടെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ മതത്തിന്റെ കാര്യത്തിൽ പ്രവാചകർ ഒരു തരിമ്പ് പോലും ഇടപെടുകയില്ല. അള്ളാഹുവിന്റെ പ്രവാചകർ മതത്തിന്റെ കാര്യങ്ങൾ പറയുന്നതെല്ലാം അത് വഹയാണ്, അത് അള്ളാഹു നൽകുന്ന സന്ദേശമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. ഇവിടെയാണ് വിശ്വാസികളെ, മുസ്ലിം സ്ത്രീകൾക്ക് മസ്ജിദുകളിൽ വന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുവാൻ അള്ളാഹുവോ അള്ളാഹുവിന്റെ റസൂലോ എന്താണ് കൽപ്പിച്ചത്? നമുക്ക് നോക്കാം. ലോക സ്ത്രീകളിൽ ഉത്തമയായ ഒരു വനിതാ രത്നമാണ് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹ. ലോക സ്ത്രീകളിൽ ഉത്തമയെന്നാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 42-ാമത്തെ ആയത്ത് അല്ലാഹു പഠിപ്പിച്ചത്. വസ്തഫാകി അലാ നിസാഇൽ ആലമീൻ, സർവ്വലോകത്തുള്ള സ്ത്രീ രത്നങ്ങളിൽ ഉത്തമമായ സ്ത്രീയായിട്ട് അങ്ങയെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് റഹ്മാനായ റബ്ബ് പഠിപ്പിക്കുകയാണ്. സത്യവതിയാണ് ഈസാ നബിയുടെ ഉമ്മ. വ ഉമ്മുഹു സുദ്ദീഖത്തുൻ, സൂറത്തുൽ മാഇദയുടെ 75-ാമത്തെ വചനം. ഇനി സത്യവിശ്വാസികൾക്ക് ആകമാനം വിശുദ്ധ ഖുർആൻ പറയുന്ന 2 മാതൃക വനിതാ രത്നങ്ങളുണ്ട്. അതിൽ ഒന്ന് ഫിറഔന്റെ ഭാര്യ ആസിയ റളിയല്ലാഹു അൻഹ, മറ്റൊന്ന് ഈസാ നബിയുടെ ഉമ്മ മറിയം റളിയല്ലാഹു അൻഹയാണ്. നമുക്കറിയാം സൂറത്തു തഹരീം 12-ാമത്തെ ആയത്ത്, വ മറിയം ഇബ്നത ഇമ്രാൻ, ഇമ്രാന്റെ മകൾ മറിയം മുസ്ലിംകൾക്ക് മാതൃകയാണ്, സത്യവിശ്വാസികൾ ആകമാനമുള്ളവർക്ക് മാതൃകയാണെന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. അവരുടെ ചരിത്രം വിശുദ്ധ ഖുർആൻ ചില അധ്യായങ്ങളിൽ പറയുകയാണ്. ആ മറിയം റളിയല്ലാഹു തആല അൻഹ എവിടെ വെച്ചാണ് താമസിച്ചത്, എവിടെ വെച്ചുകൊണ്ടാണ് ഇബാദത്തുകൾ ചെയ്തത്? 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിലെ 37-ാമത്തെ ആയത്ത്. ഈ പറയുന്ന വചനങ്ങൾ വിശ്വാസികളെ, നിങ്ങളുടെ കൈകളിലുള്ള വീടുകളിലുള്ള ഏത് പരിഭാഷകൾ വേണമെങ്കിൽ നിങ്ങൾ പരിശോധിച്ചു നോക്കുക. സൂറത്തു ആലി ഇംറാനിലെ 37-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് പറയുകയാണ്, അവർ പള്ളിയുടെ മിഹ്റാബിൽ താമസിച്ചു എന്നാണ്. മെഹ്റാബ് എന്ന് വെച്ചാൽ ഇമാമ് നമസ്കരിക്കുന്ന സ്ഥലമാണ് മെഹ്റാബ്. അവിടെ പ്രത്യേകമായ ഒരു രീതിയിൽ അവർ താമസിച്ചു എന്ന് വിശുദ്ധ ഖുർആൻ. ആ മറിയം റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ കൽപ്പന, യാ മറിയം ഖുനുതി ലിറബ്ബികി വസ്ജുദി വർകഇ മഅറാകിഈൻ, അല്ലയോ മറിയം, നീ റബ്ബിനോട് ഭയഭക്തിയുള്ളവളാവുക, അള്ളാഹുവിന് വേണ്ടി നീ സുജൂദ് ചെയ്യുക, റുകൂഅ് ചെയ്യുന്നവരോടൊപ്പം നീ റുകൂഅ് ചെയ്യുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. സൂറത്തു ആലി ഇംറാൻ 43-ാമത്തെ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങളെല്ലാം പറയുന്നു. ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാഹ് പറയുകയാണ്, അൽ മുറാദ് ബിഹി സ്വലാത്തുൽ ജമാഅ,
റുക്കൂ ചെയ്യുന്നവരോടൊപ്പം മറിയമേ നീയും റുക്കൂ ചെയ്യണമെന്ന് അള്ളാഹു പറഞ്ഞത് അൽ മുറാദ് ബിഹി സ്വലാത്തുൽ ജമാഅ, ജമാഅത്ത് നമസ്കാരമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. തഫ്സീറുൽ ഖാസിനിൽ കാണാം അൽ മുറാദ് ബിഹി അസ്സലാ ഫീ ജമാഅത്തി ഐ സ്വല്ലാ മഅൽ മുസല്ലീന ഫീ ജമാഅ. അത് തന്നെയാണ് ജമാഅത്ത് നമസ്കാരം നിർവഹിക്കുന്നവരോടൊപ്പം മറിയമേ നീയും നമസ്കരിച്ചു കൊള്ളുക, ഒറ്റയ്ക്കല്ല. തഫ്സീർ നസ്ഫിയിൽ കാണാം വൽതകും സ്വലാതകി മഅൽ മുസല്ലീൻ ഐ ഫിൽ ജമാഅ. നമസ്കരിക്കുന്നവരോടൊപ്പം ഇമാമത്തോടുകൂടി നീ നമസ്കരിക്കുക മറിയമേ. തഫ്സീറുൽ ബൈളാവിയിൽ കാണാം ഉമിർതു ബിസ്സലാത്തി ഫിൽ ജമാഅ. അല്ലാഹു കൽപ്പിച്ചിരിക്കുകയാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹയോട് ജമാഅത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുവാൻ. വിശുദ്ധ ഖുർആന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ഏറ്റവും വലിയ അക്രമി ആരാണെന്ന് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. കൊലപാതകയാണോ ഏറ്റവും വലിയ അക്രമി? വിഭജിച്ചവനാണോ? മോഷണം നടത്തിയവനാണോ? മദ്യപാനിയാണോ ഏറ്റവും വലിയ അക്രമി? വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 114 ആയത്ത് വമൻ അദ്ലം, ഏറ്റവും വലിയ അക്രമി ആരെന്നറിയുമോ? മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹ ഇസ്മുഹു വസഅ ഫീ ഖറാബിഹാ. മസ്ജിദുകളുടെ തകർച്ചക്കായി പരിശ്രമിക്കുന്നവൻ, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുവാൻ പണിതുയർത്തിയ മസ്ജിദുകളെ തകർക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവർ, പിന്നെയോ മസ്ജിദുകളിൽ വെച്ച് അല്ലാഹുവിനെ സ്മരിക്കുന്നതിനെ തടയുന്നവർ, മസ്ജിദുകളെ തകർക്കുവാൻ പരിശ്രമിക്കുന്നവർ, മസ്ജിദുകളിൽ വെച്ച് അല്ലാഹുവിനെ കീർത്തനം ചെയ്യുന്നതിന് തടസ്സം നിൽക്കുന്നവർ, ഈ രണ്ട് വിഭാഗമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിൽ ഏറ്റവും വലിയ അക്രമി. ലഹും ഫിദ് ദുനിയാ ഖിസ്യും വലഹും ഫിൽ ആഖിറതി അദാബുൻ അളീം. ദുനിയാവിൽ നിന്ദ അവർക്കുണ്ട്, പരലോകത്താകട്ടെ വമ്പിച്ച ശിക്ഷയാണ്. സാന്ദർഭികമായി പറയുകയാണ്, അള്ളാഹുവിൻ്റെ ഈ കലാമിലെ ആയത്തുണ്ടല്ലോ, 992 ഡിസംബർ 6 പവിത്രമായ ഒരു മസ്ജിദ്, അതിന് കളങ്കമായി സുജൂദ് ചെയ്യപ്പെട്ട ആ മസ്ജിദിനെ തകർത്ത ഒരു നാടാണ്. അതിന് കൂട്ടുനിന്ന ഒരു ദേശീയ നേതാവ്, അന്നത്തെ പ്രധാനമന്ത്രി, ചരിത്രത്തിൽ ആരാലും നിന്ദരാക്കപ്പെട്ട ഒരു മനുഷ്യനായി കഴിഞ്ഞിരിക്കുകയാണ് ഇന്നലകളുടെ ചരിത്രത്തിൽ. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ ആ നാമത്തെ? ജീവിച്ചിരിക്കുന്ന സമയത്തും മരിച്ചതിന് ശേഷവും നിന്ദത അദ്ദേഹത്തിന് റഹ്മാനായ റബ്ബ് നൽകിയെന്നാണ്. ഇനി പരലോകത്താകട്ടെ വമ്പിച്ച ശിക്ഷ കാത്തിരിക്കുകയാണ്. ഇനി രണ്ടാമത്തെ വിഭാഗം ആരാണ്? മസ്ജിദുകളിൽ അള്ളാഹുവിനെ കീർത്തനം ചെയ്യുന്നതിനെ കുറിച്ച് അവരെ തടസ്സപ്പെടുത്തുന്നവരാണ് ഏറ്റവും വലിയ അക്രമി. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുകയാണ്, ഖാല ഉലമാഉന, നമ്മുടെ പണ്ഡിതന്മാർ അഥവാ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, വലിഹാദാ ഖുൽനാ ലാ യജൂസു മൻഉൽ മർഅത്തി മിനൽ ഹജ്ജ് ഇദാ കാനത് ലറൂറത്തിൻ. ആവശ്യമായ ഒരു സാഹചര്യത്തിൽ പെണ്ണുങ്ങൾക്ക് ഹജ്ജ് ചെയ്യുവാനായിട്ട് ആരെങ്കിലും പെണ്ണുങ്ങൾ വിചാരിച്ചാൽ അതിനെ തടസ്സം നിൽക്കരുത്. എന്നിട്ട് പറയുകയാണ്, വലാ തുംനഉ അയ്ളൻ മിനസ് സ്വലാത്തി ഫിൽ മസാജിദി മാ ലം യുഖഫ് അലൈഹൽ ഫിത്ന. ഫിത്നയെ ഭയപ്പെടുന്നില്ല എങ്കിൽ സ്ത്രീകൾ പള്ളിയിലേക്ക് വരുന്നതിനെയും തടസ്സമാകരുത്. ഒരു നിബന്ധന എന്താണ്? ഫിത്ന ഉണ്ട് എങ്കിൽ അവർ ഹജ്ജിനും പോകാൻ പാടില്ല, മസ്ജിദുകളിലും പോകാൻ പാടില്ല, വഅലിനും പോകാൻ പാടില്ല. ഫിത്ന ഉണ്ടെങ്കിൽ യാത്ര പോലും മാറ്റിവെക്കണം. ആ ഒരു ഷർത്ത് മാത്രമേ ഇവിടെയുള്ളൂ. കുഴപ്പമുണ്ടാവുകയാണെങ്കിൽ മസ്ജിദിൽ പോകണ്ട എന്നുള്ള ഒരു നിബന്ധന മാത്രമേ ഉള്ളൂ. അത് പിൻകാലഘട്ടത്ത് മുഹദ്ദിസീങ്ങൾ കൊടുത്ത ഒരു ഷർത്താണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാന്റെ റസൂലിന്റെ ഭാര്യമാർ മസ്ജിദുകളിൽ പോയി ഇബാദത്തുകൾ ചെയ്തിട്ടുണ്ട്. പ്രവാചകരുടെ വഫാത്തിന് ശേഷവും അവരുടെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, നമസ്കാരത്തിനും ഇബാദത്തുകൾക്കും വേണ്ടി പള്ളിയിൽ പോയിട്ടുണ്ട്. സ്വഹാബ വനിതകൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ അല്ലാഹുവിന്റെ പ്രവാചകരുടെ ഒരു ഹദീസ് കൊണ്ടുവരികയാണ്, വകദാലിക ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
മസ്ജിദുകളിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കീർത്തനം ചെയ്യുന്നതിനെ തടസ്സം ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ അക്രമയാണ് എന്ന് പറഞ്ഞത് പള്ളികളിൽ വരുന്ന സ്ത്രീകളെ തടസ്സം ചെയ്യുന്നവരുമുണ്ട്. എന്തുകൊണ്ടെന്നാൽ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിൻ്റെ അടിയാത്തികളായ പെണ്ണുങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ മസ്ജിദുകളെ തൊട്ട് തടയരുത്. ഈ ഒരു ഹദീസാണ് ഇമാം ഖുർത്തുബി റഹ്മഹുല്ലാ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത്. ഇന്ന് പലരും പറയുന്നുണ്ടല്ലോ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ കാലഘട്ടത്തായിരുന്നു. ഖുർആനിലെ ഒരു ആയത്ത് അഥവാ ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷം ഒരു പെണ്ണുങ്ങളും പള്ളിയിൽ പോയിട്ടില്ല എന്നൊക്കെ പറയുന്ന ഈ ജുഹാലുകൾ, അവർക്കറിയുമല്ലോ ഈ ചരിത്രം. സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്ന 900 നമ്പർ ഹദീസാണ്. 900 നമ്പർ ഹദീസാണ് ഈ പറയുവാൻ പോകുന്നത്. സ്വഹീഹുൽ ബുഖാരി. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ആതിഖത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹ സുബ്ഹ് നമസ്കാരത്തിനും ഇശാ നമസ്കാരത്തിനും പള്ളിയിൽ വരുമായിരുന്നു ഇബാദത്ത് ചെയ്യുവാൻ. ഇത് കണ്ടുകൊണ്ട് ചിലർ ചോദിച്ചു ആതിഖ റളിയല്ലാഹു അൻഹയോട്, വമ ലിമ തഖ്റുജീന വഖദ് തഅലമീന അന്ന ഉമർ യക്റഹു ദാലിക വയഗാർ. അല്ല ആതിഖ, അങ്ങയുടെ ഭർത്താവായ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇത് വെറുപ്പും രോഷവുമുള്ള കാര്യം നിങ്ങൾക്കറിയില്ലേ, പിന്നെ എന്തിനാ പള്ളിയിലേക്ക് വരുന്നത് എന്ന് സ്വഹാബികളിൽ ചിലർ ആതിഖ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു. പറഞ്ഞു, നിങ്ങളുടെ ഭർത്താവിന് വെറുപ്പാണല്ലോ, രോഷമുണ്ടല്ലോ, നിങ്ങൾ പള്ളിയിൽ വരുന്നത്, പിന്നെ എന്തിനാ പള്ളിയിൽ വരുന്നത്? മഹദി ആതിഖ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമാണ്, ഖാലത്ത് വമാ യംനഉ അൻ യൻഹാനി, എങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നെ തടയുന്നില്ല? എൻ്റെ ഭർത്താവായ ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തുകൊണ്ട് എന്നെ തടയുന്നില്ല? അപ്പോഴേക്കും സ്വഹാബികൾ പറഞ്ഞ മറുപടി, ഖാല യംനഉ ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളെ തടയാത്തത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഖൗലുണ്ട്, ഒരു ഹദീസ് ഉണ്ട്, അതുകൊണ്ടാണ് തടയാത്തത്. ഏതാണ് ആ ഹദീസ്? ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദല്ലാഹ്. അള്ളാഹുവിന്റെ അടിയാത്തികളെ നിങ്ങൾ മസ്ജിദുകളിൽ നിന്നും തടയരുത്. ഇങ്ങനെ ഒരു ഖൗൽ, ഇങ്ങനെ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു നിങ്ങളെ തടയാത്തത്. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മഹുല്ലാ തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്, ഫലഖത് തുഇന ഉമർ വ ഇന്നഹാ ലഫിൽ മസ്ജിദ്. ഉമർ റളിയല്ലാഹു തആല അൻഹു സുബ്ഹ് നമസ്കാരത്തിൽ കുത്തേറ്റ് വീഴുന്ന സമയത്ത് ഭാര്യ ആതിഖ റളിയല്ലാഹു അൻഹ പള്ളിയിൽ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ അവസാന നമസ്കാരമാണ് ആ സുബ്ഹ് നമസ്കാരം. അതോടുകൂടി വഫാത്താവുകയാണ്. ആ വഫാത്തിന്റെ കുത്തേറ്റ് വീഴുന്ന ആ ജമാഅത്തിൽ പോലും മഹദി ആതിഖ റളിയല്ലാഹു അൻഹ പള്ളിയിൽ ഉണ്ടായിരുന്നുവെന്ന് മുഹദ്ദിസീങ്ങൾ രേഖപ്പെടുത്തുകയാണ്. നോക്കി എത്ര കൃത്യമാണ്. ഇത് അള്ളാന്റെ റസൂലിന്റെ വഫാത്തിന് ശേഷമാണല്ലോ, 6000 ചില്ലുവാനും ആയത്തുകളും ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഈ സംഭവം. പിന്നെ ഈ ജുഹാലികൾ പറയുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ സഹോദരങ്ങളെ? അത് പ്രവാചകന്റെ ആദ്യ കാലഘട്ടത്താണ്. ഇക്കാലഘട്ടത്ത് ഹറാമാണ്. നബിക്ക് ശേഷം ഒരു പെണ്ണും പള്ളിയിൽ പോയിട്ടില്ല. എത്രയെത്ര ഹദീസുകൾ എന്നറിയുമോ സഹോദരങ്ങളെ? ഇത് സ്വഹീഹുൽ ബുഖാരിയിലെ 900 ഹദീസാണ്. ഇനി അതേ സ്വഹീഹുൽ ബുഖാരിയുടെ 865 നമ്പർ ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇദസ്തഅദനകും നിസാഉകും ബില്ലൈലി ഇലൽ മസ്ജിദി ഫഅദനൂ ലഹുന്ന. സ്വഹാബാക്കളെ, നിങ്ങളുടെ ഭാര്യമാർ രാത്രി സമയങ്ങളിൽ പള്ളിയിൽ ചെന്ന് ഇബാദത്ത് ചെയ്യുവാൻ നിങ്ങളോട് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ അനുവാദം നൽകണം. എത്ര കൃത്യമാണ് സഹോദരങ്ങളെ. രാത്രി സമയങ്ങളിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സ്വഹീഹുൽ ബുഖാരി 578 നമ്പർ ഹദീസ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തുൽ ഫജ്രി മുതലഫിയാത്തുൻ ബിമുറൂതിഹിൻ ثم ينقلبنا ثم
ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفن أحد من الغلس. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉത്തമ സ്ത്രീകൾ, ഫാദിലാത്തുൽ മുഅ്മിനാത്ത്, സ്വഹാബ വനിതകൾ, പ്രവാചകരുടെ ഭാര്യമാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സുബ്ഹ് നമസ്കാരത്തിൽ ശരീരം മൂടി പുതച്ചുകൊണ്ട് സുബ്ഹ് നമസ്കരിക്കുവാൻ വരുമായിരുന്നു. ശേഷം വീടുകളിലേക്ക് അവർ പോകുമായിരുന്നു. ഇരുട്ട് കാരണം ആ സ്വഹാബ വനിതകളെ ആരും തിരിച്ചറിഞ്ഞിട്ടില്ല. ഈ ഹദീസിനെയും വിശദീകരിച്ചുകൊണ്ട് ഹിജ്റ 773 ജനിച്ച ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് സ്വഹീഹുൽ ബുഖാരിയുടെ ആധികാരികമായ വ്യാഖ്യാന ഗ്രന്ഥമായ ഫത്ഹുൽ ബാരിയിൽ കൃത്യമായി ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്, വഫുൽ ഹദീസ് ഇസ്തിഹ്ബാബുൽ മുബാദറത്തി ബിസ്വലാത്തി സുബ്ഹി ഫി അവ്വൽ വഖ്തി വജവാസ് ഖുറൂജിൻ നിസാഇ ഇലൽ മസാജിദ്. രണ്ട് കാര്യങ്ങൾ ഈ ഹദീസിലുണ്ട്. ഒന്ന്, സുബ്ഹ് നമസ്കാരത്തിൽ നേരത്തെ പോയി നമസ്കരിക്കുക, അത് സുന്നത്താണ്. പിന്നെയോ രാത്രികളിൽ നമസ്കാരത്തിന് വേണ്ടി പെണ്ണുങ്ങൾ പള്ളികളിലേക്ക് പോവുക എന്നുള്ളത് അനുവദനീയമാണ്. പുരുഷന്മാരെ പോലെയുള്ള ശക്തമായ സുന്നത്തൊന്നുമല്ല, അത് അനുവദനീയമാണ്. സ്ത്രീകൾക്ക് വേണമെങ്കിൽ പോകാം. ലിശുഹൂദി സ്വലാത്ത് ഫിൽ ലൈൽ, രാത്രി നമസ്കാരങ്ങൾക്ക് സാക്ഷിയാകുവാൻ വേണ്ടി അവർ പോയിരുന്നു പള്ളികളിൽ. ويؤخذ منه جوازه في النهار من باب الأولى لأن الليل مظنة الريبة أكثر من النهار. പകലിനേക്കാൾ രാത്രിയാണല്ലോ സംശയം കൂടുക, പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പോൾ. രാത്രിയിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബ വനിതകൾ പള്ളിയിൽ പോയിട്ടുണ്ട് എങ്കിൽ പകൽ പിന്നെ സംശയമേ ഇല്ല. കാരണം രാത്രികളിൽ പോയിട്ടുണ്ട് സ്വഹാബ വനിതകൾ, പിന്നെ പകൽ പോകുന്നതിന് ഒരു തടസ്സവുമില്ല എന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകർ വഫാത്തായി 700 വർഷത്തിന് ശേഷം ഇബ്നു ഹജർ അസ്കലാനി തൻ്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുകയാണ്. അതാണ് സഹോദരങ്ങളെ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാഴ്ചപ്പാട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ഹദീസ് നേരിട്ട് കേട്ട മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഏറ്റവും കൂടുതൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മകൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകൻ ബിലാൽ, പ്രവാചകരെ കാണാനോ നേരിട്ട് ഇടപഴകാനോ സാധ്യമാകാത്ത ഒരു മകനാണ് അബ്ദുള്ളയുടെ മകൻ, അഥവാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരമകൻ, ചെറുമകൻ. ആ ബിലാലിനോട്, ആ സംഘത്തോട് മഹാനായ അബ്ദുള്ള റളിയല്ലാഹു അൻഹു പറയുകയാണ്. എന്തു പറയുന്നു? ലാ തംനഉ നിസാഅകുൽ മസാജിദ യസ്തഅദന്നകും ഇലൈഹാ. നിങ്ങളുടെ ഭാര്യമാർ പള്ളികളിലേക്ക് അനുവാദം ചോദിച്ചാൽ നിങ്ങൾ തടയരുത്. ഇത് കേട്ടപ്പോഴേക്കും മകൻ ബിലാൽ പറയുകയാണ്, വല്ലാഹി ലനംനഉഹുന്ന, നിശ്ചയമായും ഞാൻ തടയും. മകൻ പറയുകയാണ് വാപ്പയോട്. എന്നിട്ട് ഹദീസിൽ, ഇത് സ്വഹീഹ് മുസ്ലിം 442 ഹദീസാണ്, അദ്ദേഹം രേഖപ്പെടുത്തുന്നത് فأقبل عليه عبد الله فصبه صبا سجئا ما سمعت صبه مثله قط. അത്രയ്ക്ക് മോശമായ വാക്കുകൾ ആ മകനെതിരെ ശകാരിച്ചുവെന്നാണ്, ആ പ്രയോഗമാണ് ഹദീസിൽ കാണുന്നത്. ഇതുപോലെ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മകനെ ശകാരിച്ചതായി കേട്ടിട്ടേയില്ല. അത്രയ്ക്ക് മോശമായ വാക്കുകൾ കൊണ്ട് മകനെ സമീപിച്ചുവെന്നാണ്, നേരിട്ടു മകനെ. എന്നിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉഖ്ബിറുക അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഹദീസ് നിന്നോട് പറയുമ്പോൾ വതഖൂലു വല്ലാഹി ലനംനഉഹുന്ന, നീ തടയുമെന്ന് പറയുന്നു. എന്നിട്ട് മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ആ മകൻ്റെ നെഞ്ചിൽ ഒരു ഇടിയിടിച്ചു വന്നാണ്. ഫളറബ ഫീ സ്വദരിഹി, അവൻ്റെ നെഞ്ചിൽ ഒരു ഇടിയെടുത്തു വന്ന. എന്ത്? അള്ളാന്റെ റസൂലിന്റെ ഒരു ഹദീസിന് വിരുദ്ധം പറയുന്നോടാ നീ. എന്നിട്ട് മുസ്നദ് അഹ്മദിൽ കാണാം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഫമാ കല്ലമഹു അബ്ദുല്ലാഹി ഹത്താ മാത. ആ മകൻ ബിലാൽ മരിക്കുന്നത് വരെ പിതാവായ അബ്ദുള്ള ആ മകനോട് സംസാരിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ഗൗരവം നോക്കണം. ഇത്രക്കും ഇത് പ്രവാചകരുടെ വഫാത്തിന് ശേഷം, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ വഫാത്തിന് ശേഷം നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെയാണ് ഇന്നത്തെ ഈ ജുഹാലുകൾ, ഇസ്ലാമിനെ തകർക്കുവാൻ ഇറങ്ങിയിട്ടുള്ള ഈ ജാഹിലുകൾ, ക്ഷമിക്കണം, ഇത്രയും വ്യക്തമായ ഹദീസുകൾ ഉണ്ടായിരിക്കെ മസ്ജിദുകളിൽ വന്നുകൊണ്ട് സ്ത്രീകൾക്ക് ഇബാദത്ത് ചെയ്യൽ ഹറാമാണെന്ന് പറയുവാൻ ഇവർക്ക് എങ്ങനെ ധൈര്യം വന്നു? പള്ളിയിൽ ഞങ്ങൾ തടയും, ഞങ്ങളുടെ ഭാര്യമാരെ തടയുമെന്ന് പറഞ്ഞ ബിലാലിന്റെ നെഞ്ചിൽ ഇടിയിടിക്കുകയും ആ മകൻ അല്ലെങ്കിൽ ആ പിതാവ് മരിക്കുന്നത് വരെ ആ മകനുമായി സംസാരിക്കാത്ത മഹാനായ അബ്ദുള്ളയുടെ ചരിത്രമാണ് വിശ്വാസികളെ നാം ഈ കേൾക്കുന്നത്. എത്ര ഗൗരവമുള്ള കാര്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ച ഒരു കാര്യത്തെ, അതാണ് തുടക്കത്തിൽ ഓതിയ ആയത്ത്. നമ്മുടെ നാവ് വഴങ്ങുന്നത് പോലെ ഒരു കാര്യം ഹറാമെന്നോ ഒരു കാര്യം ഹലാലെന്നോ പറയുവാനുള്ള ഒരു ജീവിതത്തിലെ ഒരു സമയങ്ങളിലും ഇടവരരുത്. ഏത് വിഷയമായിരുന്നാലും ഹറാം അത്രയ്ക്കും ഗൗരവമുള്ള കാര്യമാണ്, നിഷിദ്ധമാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. മസ്ജിദിൽ വന്നുകൊണ്ട് ഒരു സ്ത്രീ നമസ്കരിച്ചാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് ശിക്ഷയെന്നാണ് ഈ പുരോഹിതന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില കാര്യങ്ങളിൽ കൂടി അടുത്ത ഖുതുബയ്ക്ക് നമുക്ക് സംസാരിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.